അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ മമ്മയുടെ വീട്ടിലാട്ടോ. ഞങ്ങളിത് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് മമ്മയുടെ മോളുടെ കൊച്ചാട്ടോ എന്ന് പറഞ്ഞാൽ സോണത്തത്താടെ പിള്ള. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രോ എടുത്തതാണ്. വലുതായിട്ട് സെറ്റപ്പ് ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ എൻ്റെ അനിയത്തി, എൻ്റെ മാമയുടെ മോള് മിൻഡൂസ്. അങ്ങനെ ഇവരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചതാട്ടോ, നിങ്ങളെന്താ കളിക്കണേ? അപ്പോൾ എൻ്റെ മാമയുടെ മോള് ഇവളിത് എന്നെ കണ്ടപ്പോൾ കിടന്ന് ഇങ്ങനെ ഒളിച്ചോസായിട്ട് കളിക്കണ പോലെ കളിക്കണേട്ടോ. ഇവള് അന്യായ കുറുമ്പിയാട്ടോ, വർത്താനം പറഞ്ഞിങ്ങനെ വായാടി എന്ന് പറഞ്ഞാൽ അന്യായ വായാടിയ. അപ്പോൾ അവളിത് എൻ്റെ അടുത്തേക്ക് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നേട്ടോ. ഈ കാണുന്നത് ഇവള് കാണിക്കണേ നിങ്ങൾ കണ്ടോ കേട്ടോ. നല്ല രസമാട്ടോ അവള് കാണിക്കണ കാണാനായിട്ട്. സൈനിങ് ഓഫ്. ബൈ 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 ബൈ. ഒരു മുഖത്തെ മുങ്ങടുത്തേ ഇവളുടെ 2 പല്ലുണ്ടല്ലോ സൂപ്പറാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊറിയർ അയച്ചേക്കാം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കട്ടെ ഇവരൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടണത്. എൻ്റെ ഉമ്മി ഗൾഫിലേക്ക് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടില്ല. അങ്ങനെ എൻ്റെ മമ്മയുടെ മോൻ വിളിച്ചു. അപ്പോൾ ഫോണൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ക്ലിപ്പ് എടുക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐസ് പിന്നെ എവിടെ ചെന്നാലും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ ചെന്ന് കയറിയാൽ ഇവിടെ ചെന്ന് കയറിയില്ലേ. ഇതെൻ്റെ അനിയത്തി. അങ്ങനെ ഓരോരോ ക്ലിപ്പ് ഇങ്ങനെ എടുക്കാണ്. പിന്നെ അവള് കരയാട്ടോ. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയി ചോദിക്കണേട്ടോ ഞാൻ. അങ്ങനെ എൻ്റെ ഫോണൊക്കെ തട്ടി മാറ്റി. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ വീഡിയോ ഒക്കെ എടുത്തു. ഇതെൻ്റെ മാമയുടെ ഏറ്റവും ഇളയ കുട്ടി, ഇതെൻ്റെ മാമയുടെ ഏറ്റവും രണ്ടാമത്തെ കുട്ടി. മൂത്ത കുട്ടീനെ കെട്ടിച്ചിട്ടിട്ട് അവൾ വീട്ടിലിരിക്കാട്ടോ. അവൾക്ക് ആകെ വിഷമാട്ടോ. അതൊക്കെ കഴിഞ്ഞത് ഇങ്ങനെ തേങ്ങാച്ചോറ്, ഇറച്ചി, കച്ചമ്പർ. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മേളിലത്തെ കൊച്ചൊക്കെ കേൾക്കും. എൻ്റെ മേളിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കട്ടോ എൻ്റെ വീട്ടിലെല്ലാവരും കൂടി. അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്തു. ഞാൻ ഫുഡ് കഴിക്കണം. അവിടെ ടേബിളിൽ സ്ഥലം തീർന്നു. ഇവിടെ എത്ര പിള്ളേരാ? 3. എൻ്റെ വീട്ടിൽ 3, മാമയുടെ വീട്ടിൽ 3, 7 പെൺപിള്ളേരായിട്ട് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ ഇത്തനാടെ പിള്ള 8ാമത്തെ പെൺപിള്ളി. അങ്ങനെ ചോറൊക്കെ എടുത്ത് ഞാൻ ചോറ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല സെറ്റപ്പിലൊക്കെ തിന്നാന്ന് ഓർക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ചവച്ച് തിന്നോട്ടോ. ഞാൻ വീഡിയോ എടുക്കണോണ്ട് എല്ലാവരും നല്ല സെറ്റപ്പായിട്ടാട്ടോ നിൽക്കണം. തലയിൽ തൊഴിയിട്ട് പോസ് ചെയ്ത് അവർക്ക് പേടിയാണ് ഞാൻ ഏത് വശത്തോടെ വന്ന് വീഡിയോ എടുക്കുമെന്ന് ഓർത്ത്. അങ്ങനെ ചിക്കൻ കാലൊക്കെ കടിച്ച് പറിച്ചൊക്കെ തിന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ ഫാൻ ഇടാന്ന് പറഞ്ഞു കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ പറഞ്ഞു അന്ന് ഞാനും അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ്. ഒന്നാമത് നല്ല ചൂടാണല്ലോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. എൻ്റെ വീട്ടിലൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ നല്ല ചൂടാണ്. അപ്പോൾ ഉമ്മിച്ച് എല്ലാവരും കൂടി താഴത്ത് ഫാനിൻ്റെ ചോട്ടിലിരുന്ന് ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് തിന്നാന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു ഞാനും അവിടെ നിന്ന് തിന്നാന്ന്. അപ്പോൾ ഇവള് ഡാർക്ക് ഫാൻറ്റസി തിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചൂടാന്ന് പറഞ്ഞപ്പോൾ ഡാർക്ക് ഫാൻറ്റസി ഒന്ന് ഊതിക്കൊണ്ടിരിക്കട്ടോ ചൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവളുടെ ഓരോ കുറുമ്പുകൾ കാണുമ്പോൾ നമുക്കൊരൊറ്റ കുട്ടികളെ വെച്ചെടുക്കാൻ തോന്നോട്ടോ. കാണുമ്പോൾ എനിക്ക് പീച്ച് കൊല്ലാതെ തോന്നും. അങ്ങനെ ഇത്താത്ത ചോറ് വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ കാണിക്കണം ആയിക്കോട്ടെ. അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും അപ്പുറത്തെ വീട്ടിലെ ചക്കയിലേക്കുള്ള നോട്ടാട്ടോ ഈ നോക്കണത്. അവരെല്ലാവരും കൂടി ഒരു ചക്ക പഴുത്തെടുക്കണം കണ്ടു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, മീൻസ് എൻ്റെ അമ്മായും മമ്മായും ഉമ്മച്ചിയും കൂടി പിന്നെ പ്ലാൻ ഇട്ടു ആ ചക്ക എങ്ങനെയും പറിക്കണം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പ്ലാൻ ഇടാട്ടോ. അപ്പോൾ ഞാൻ ചക്ക കാണിച്ചു തരാം. ഈ വീട്ടിലിത് ഈ പ്ലാവിൻ്റെ ഇടാട്ടോ ചക്ക. അപ്പോൾ എല്ലാവർക്കും ചോദിക്കാൻ മടിയാണ്. എല്ലാവരും അതിൽ തന്നെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാട്ടോ കൈ. ഉമ്മി എന്ന് ചോദിക്കാൻ പറയും. ഉമ്മച്ചി ഒരു മമ്മാടെ പറയും മമ്മാടെ വീടല്ലേ, മമ്മാടെ വീടായാലൊക്കെ അല്ല, നീ പോയി ചോദിക്കണത്. അങ്ങനെ ലാസ്റ്റ് താത്തായൊക്കെ കൂടി ഇറങ്ങി പുറപ്പെട്ടു. ഇനി എന്തായാലും ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ആ ചക്കയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. ആയത്ത വരണ്ടോ ആയത്ത പോകണ്ടോ എന്നൊക്കെ നോക്കി. അങ്ങനെ എൻ്റെ ഉമ്മി താത്തായ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ ചക്കയിലേക്ക്. അങ്ങനെ ആയത്ത അവിടെ നിന്ന് ഇറങ്ങണുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടും കേൾപ്പിച്ച് ചോദിക്കാനുള്ള പുറപ്പാടിലേക്കാട്ടോ പോകണം. അങ്ങനെ എൻ്റെ ഉമ്മച്ചി ആദ്യം ഇറങ്ങി പുറപ്പെട്ടു ആയത്താടത്തേക്ക് ചോദിക്കാനായിട്ടോ. ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ പോവാണ്. അങ്ങനെ അമ്മായി പുറപ്പെട്ടു. അതിനിടയിൽ കൂടെ മമ്മ അവിടെ തന്നെ ഇരിക്കാട്ടോ. മമ്മ അവിടെ നിന്ന് എണീറ്റിട്ടില്ല.
അങ്ങനെ അവർ സോപ്പിട്ട് ഇത്താത്ത ചെന്നൈയിലാണ്, അപ്പം അങ്ങനെ ചക്ക പറിച്ചോട്ടെ, ചക്ക പഴുത്ത് പോവാണെന്നൊക്കെ പറഞ്ഞത് എങ്ങനെ ചോദിക്കണതാണ് ഈ കാണുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി അവരത് എങ്ങനെയൊക്കെയോ ചോദിച്ച് സോപ്പിട്ട് ചക്ക പറിക്കണതിലേക്ക് ഇവരെത്തിട്ടോ. കിട്ടി കിട്ടി ഗൈസ്, കിട്ടി 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 ഗൈസ്, ചക്ക കിട്ടി ഗൈസ്. ചക്ക ഇടാൻ ഇപ്പ വരുന്നുണ്ട് ഗൈസ്. പോണേ എങ്ങടെ പോണേ, എങ്ങടെ പോണേന്ന് പറ, എങ്ങടെ പോണേന്ന് പറ. ചക്ക പറിക്കാൻ പോണേണാ? പറ ചാച്ചാ. സ്റ്റൂള് എടുത്തിട്ടോ വരാം. സ്റ്റൂൾ എവിടെയാ? ഇവിടെയാ? ഇവിടുന്ന് സ്റ്റൂൾ എടുക്കാൻ പറഞ്ഞു. നമ്മുടെ സ്റ്റൂള് എടുത്തിട്ട് പോകാം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് കാണിക്കട്ടെ കേട്ടോ. മൈക്ക് കാണിച്ച് എന്തായാലും വീഡിയോ ഇടാം. അങ്ങനെ സ്റ്റൂൾ എടുത്ത് പോയി. അവിടെ ആകെ മമ്മയുടെ ചെരുപ്പ് മാത്രമായിട്ട് കണ്ടോളൂ. മമ്മയുടെ ചെരുപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ചീത്ത അറിയാട്ടോ. ഞാൻ ഇത്ര രൂപക്ക് വാങ്ങിച്ചടി ചെരുപ്പ് പൊട്ടി പോടിയെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ചീത്ത അറിയാം. ഞാൻ പറഞ്ഞ ആ ചെരുപ്പിനാ ഇടുമെന്ന് പറഞ്ഞ് ഞാൻ ആ വാശിക്ക് പോയി സ്റ്റൂൾ എടുത്ത് കൊടുത്ത് സക്സസ്ഫുള്ളി ചക്ക കിട്ടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് എൻ്റെ മാമയുടെ മോള് പാവ വീഡിയോ കോൾ ചെയ്ത് അവളോട് ഇല്ലാത്ത ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുകയുള്ളൂ. ഉമ്മിച്ച് ഗൾഫിലായിട്ട് ഇതുവരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായില്ല. അങ്ങനെ അവളെ വിളിച്ചിരുന്നു. പിന്നെ ഓളാണെങ്കിൽ ചക്ക പറിക്കാനായിട്ട് നോക്കി നിൽക്കണം. അങ്ങനെ എല്ലാവരും കൂടി ചക്ക സക്സസ്ഫുള്ളി പറിച്ച് എടുത്തു. അങ്ങനെ സക്സസ്ഫുള്ളി കിട്ടി ഗൈസ്, കിട്ടി. അങ്ങനെ പഴുത്ത ചക്കയും കൊണ്ട് അമ്മായി പോണ പോക്കാട്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് എല്ലാവരും പോയി കാണും ഗൈസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് ഓരോ ഫോണിലിരുന്ന് കുത്തി കാണണം കേട്ടോ. അപ്പോഴത്തേക്കും അമ്മായിയൊക്കെ കൂടി ചക്കയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കണ്ടില്ല ഗൈസ്, ആക്രാന്തത്തോടെ ഒരു സൈഡിൽ നിന്ന് ഒരു കൈ, ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ കൈ, അങ്ങനെ ഓരോന്ന് വന്ന് തീരണം പോക്കണ്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുഞ്ഞിതുണ്ടോ, ഇതിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചക്ക എന്ന് പറഞ്ഞാൽ തിന്നണം നോക്കിക്കോട്ടോ. നിങ്ങൾക്ക് വേണോ ഗൈസ്? വേണമെങ്കിൽ പറഞ്ഞേ. കൊറിയർ അയക്കാനൊന്നും ഇല്ല, തീർന്നട്ടോ. അങ്ങനെ ഈ ഓള് തിന്നണമെങ്കിൽ അവള് ചവച്ച് തിന്നുള്ള അവള് എല്ലാവരും തീരുമെന്ന് ഓർത്ത് പെട്ടെന്ന് ഇങ്ങനെ വിഴുങ്ങ എടുത്ത്. അപ്പോൾ എല്ലാവരും ചവച്ച് തിന്നൈസെന്ന് പറഞ്ഞപ്പോൾ ചവച്ച് തിന്ന കേട്ടോ. വിഷ്കണ് എനിക്ക് എന്നെ ഉണ്ടാക്കി തന്നെ. അത് കഴിഞ്ഞത് ഞങ്ങളുടെ മാമ വന്നിട്ടോ. ഞങ്ങൾക്ക് ആകെയുള്ളൊരു മാമ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞത് വന്യ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവളുമാർ, ഉമ്മച്ചി, അമ്മ എല്ലാവരും കൂടി ചക്ക വലുത്തനായിട്ടേ കാണുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാതെ പറഞ്ഞപ്പോൾ എൻ്റെ ഇത്താത്ത കാണിക്കണം നോക്കിക്കോട്ടോ. ഇതാണ് എൻ്റെ മമ്മയുടെ മോള്, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ പുത്രി. അപ്പോൾ ഇത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് നിൽക്കണേ കേട്ടോ, നാണായിട്ട്. എല്ലാവരും കൂടി അവിടെ നിന്ന് അതിനിട്ട് ആക്കിക്കൊണ്ടിരിക്കാട്ടോ ഗൈസ്. അപ്പോൾ അത് മുഖം പൊത്തിപ്പിടിക്കാൻ, മുഖം മാറ്റാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മാറ്റണില്ല കേട്ടോ. പിന്നെ ചക്ക ഉണ്ടാക്കാനായിട്ട് ഓരോന്ന് ഇങ്ങനെ മഞ്ഞപ്പൊടിയായിട്ട് മുളക് പൊടിയായിട്ട് അവരൊക്കെ ഇടാട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ചക്കൊക്കെ. എല്ലാവരും കൂടി ഒരുമിച്ച് നന്നാക്കിയപ്പോൾ കുറേ സമയമൊക്കെ ആയി. പിന്നെ അങ്ങനെ ചക്കയൊക്കെ ഒലുത്തി എല്ലാവരും തിന്നതിനിപ്പോഴത്തേക്കും വൈകിട്ടായിട്ടോ. അങ്ങനെ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാവരും യാത്രയൊക്കെ പറയണം കേട്ടോ മമ്മയുടെ വീട്ടിൽ നിന്ന്. മമ്മയുടെ വീട് എൻ്റെ ഉമ്മയുടെ വീട് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഐസനോട് ഞാൻ ടാറ്റ പറയണം കേട്ടോ. ടാറ്റ പറഞ്ഞേടി. നിന്നെ ഉറക്കിയതാരാ? ഞാനും ഉറക്കിയത്. അത് കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ കിടത്തി ഉറക്കി. അതിനപ്പോ ഇപ്പൊ എണീറ്റുള്ളൂ. അപ്പൊ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പോണ പോക്കാട്ടത്. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ അപ്പുറത്തൊരു വഴി കൂടെ ആണ് പോകേണ്ടത്. അപ്പൊ അമ്മായി പറയുമ്പോ നമുക്ക് റോട്ടിൽ കൂടെ പോവാ, കുറച്ച് ആൾക്കാരൊക്കെ കാണാം, കുറച്ച് കുറ്റൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റോട്ടിൽ കൂടെ പോണ പോക്കാട്ടോ. അങ്ങനെ ആദ്യം ചെമ്പരത്തിയൊക്കെ പറിച്ച് കുറച്ചൊരു തലയിലൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ നടന്ന് പിന്നെ പോയി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചാമ്പക്ക മരം കണ്ടുപിടിക്കാനായിട്ട് ഗൈസ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെയൊക്കെ നിന്ന് അങ്ങനെ നടന്ന് പോയപ്പോൾ ചാമ്പക്ക മരം ഞങ്ങൾ സ്പോട്ട് ചെയ്തു. ഇപ്പം ചോദിക്കാണ്ട് ഇങ്ങനെ പറിക്കും. അപ്പോൾ അമ്മായി പറഞ്ഞില്ല പറിച്ചു ആയത്ത പാവാന്ന് പറഞ്ഞ് ഞങ്ങളിത് ഒരു ചാമ്പക്ക ഉപ്പ് മുളകിട്ട് തിന്നണമെന്നുണ്ടായി. പക്ഷെ അമ്മായി പറഞ്ഞ് തിന്നാനുള്ള പറക്കടിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓരോ ചാമ്പക്കൊക്കെ പറിച്ചു. മതിലിന്മ കയറി അവിടെ കയറി കുറച്ചാട്ടാ പറിച്ചോളൂ. അങ്ങനെ അതൊക്കെ പറിച്ച് കഴിഞ്ഞ്
ഞങ്ങളിത് ഈ ചാമ്പക്ക തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ചാമ്പക്ക. എന്തോ മധുരമൊക്കെ ഉണ്ടായി. മീൻസ് കുറേ ചാടി താഴത്താടി പോയി. അപ്പോൾ എന്തിനാ താഴത്താടി കളയണേന്നൊക്കെ ഓർത്ത് ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് പറിച്ചെടുക്കാം, കുറച്ച് നമ്മളൊക്കെ തിന്ന് സഹായിക്കാമെന്നുള്ളത് ഞങ്ങൾ കുറേയൊക്കെ തിന്നു. ഞാനാണെങ്കിൽ ഇന്നലെ വന്നപ്പോൾ ഈ സ്പോട്ട് ചെയ്തതാട്ടോ ഈ ചാമ്പക്കം മരം. പിന്നെ ഇത് ഞങ്ങൾ വീടെത്താറായി. ഇതാട്ടോ ഞങ്ങളുടെ ചിറയിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ എന്നാ അവൾമാർ നമ്മുടെ ചിറ കാണിച്ചു കൊടുക്കിടി, നമ്മുടെ ചിറയല്ലേ കാണിക്കേണ്ട, സെറ്റപ്പാക്കി കിട്ടും ഞങ്ങളുടെ ചിറ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല പോറായിരുന്നു. പിന്നെ ദേ അവിടെ ഒരു ബായി കുളിക്കുന്നുണ്ട്, ബായി കുളിക്കണൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ കുറച്ച് ഇവൾമാരുടെയൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തു. നല്ല രസം ഉണ്ടായിട്ടോ. പിന്നെ ദേ ബായി കുളിക്കണ കാണിച്ചു തരാം. ദേ അവിടെ ഒരു ബായി ദേ ഇങ്ങനെ കുളിക്കുന്നുണ്ട്, പാവം ബായി അറിയണില്ലല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കണേയൊന്നും. ഇവിടെ നിന്ന് ബായി ഒക്കെ പറഞ്ഞു. ഇഷ്ടൊരു ബായി പറഞ്ഞേ, മൂന്നാട്ടെ. പിന്നെ ദേ ഉമ്മ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഇങ്ങനെ പോണെ കണ്ടപ്പോൾ നല്ല സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ്. പിന്നെ മൂത്ത കുട്ടിയായ എൻ്റെ പൊന്നും അവിടെ ഇല്ലല്ലോ, ഞാൻ പൊന്നുമായിട്ടോ കേട്ടോ കൂടുതൽ കൂട്ട്. അപ്പോൾ എല്ലാവരും സങ്കടമൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടൊക്കെ ആട്ടോ വീട്ടിൽ നിന്ന്. ഞങ്ങൾ അത്ര കൂട്ടാട്ടോ, മാഷല്ല എന്നും ഇങ്ങനെ നിലനിർത്തട്ടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ നടന്ന് പോവാട്ടോ ബസ് കയറാനായിട്ട്. എത്തിയപ്പോൾ തന്നെ 7 മണി 7:30 ആയി, ബാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ ദേ ഞങ്ങൾ ഇങ്ങനെ പോകണ വഴിക്ക് അനീത്തി ഒരു നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോവാം, വേഗം എത്തും, മാമാടെ കടയിലെത്തും. ഞങ്ങളുടെ മാമാക്ക് ചായക്കടയായിട്ടോ, അപ്പോൾ അവിടെ എത്തും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവിടെ ഒരു പുതിയ പാലം പിടിപ്പിച്ചിട്ടുണ്ട് കനാലിൽ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. അങ്ങനെ പാലൊക്കെ കടന്ന് അപ്പോൾ അവളൊരു ആ വീഡിയോ എടുക്ക്, ഞങ്ങളുടെ പാലൊക്കെ കാണിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പാലൊക്കെ കാണി. ഇപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ പാലം കിടന്ന് കുലുങ്ങും. അപ്പം എനിക്ക് പേടിയായിട്ടോ, ഇപ്പോൾ ഉമ്മച്ചോറ് വീണാലൊന്നും പറ്റൊന്നുമില്ല, കനാലിലേക്ക് ചാടുള്ളൂ, അതിൽ വെള്ളമൊന്നുമില്ല എന്ന്. അങ്ങനെ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കട്ടെ കേസ്. ഒന്നാമത് തുമ്മനും ചുമയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ നടന്ന് മാമാടെ കടയിൽ മെയിനായിട്ട് ഇവിടേക്ക് പോകാൻ കാരണം എന്ന് പറയുമ്പോൾ മിഠായി എടുക്കാമെന്ന് ഓർത്ത് പോയതാട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ മാമ കടയൊക്കെ പൂട്ടിയിട്ടേക്ക്. അപ്പം ഞാൻ അനീതിനോട് പറയായിരുന്നു, സാരമില്ല ഫാത്തിമ, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മിഠായി എടുക്കാമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെയ്താട്ടോ അവിടത്തുള്ളൊരു പള്ളി നടന്നെത്തി. പിന്നെ ബസ്സൊക്കെ കയറി എൻ്റെ ഹെഡ്സെറ്റ് വെക്കാമെന്ന് ഓർത്തപ്പോൾ ഹെഡ്സെറ്റിൽ ചാർജും ഉണ്ടാകില്ല. കുറച്ച് നേരം കേട്ട് കഴിഞ്ഞപ്പോൾ ഹെഡ്സെറ്റ് ഓഫായി പോയിട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ടു പയ്യെ ഇങ്ങനെ പോവാട്ടോ. അത് കഴിഞ്ഞ് ഉമ്മച്ചി ചോദിച്ചു എന്തെങ്കിലും തിന്നാൻ വേണമെന്നു. അപ്പം നമ്മൾ തിന്നാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞോ പറയില്ലല്ലോ, ഇതെൻ്റെ ഇത്താത്ത ഇതെൻ്റെ അനിയത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാം, ബ്രെഡ് വാങ്ങിച്ച് കറി കൂട്ടി തിന്നാന്നാട്ടോ ഓർത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ നമുക്ക് എവിടെയാണോ അവൽ മിൽക്ക് കുടിക്കാൻ പോകാമെന്ന് ഓർത്തു. അങ്ങനെ പോയി ഞാൻ ഇവരുടെ വീഡിയോയൊക്കെ എടുത്തു. കുറേ മീൻസ് ഞാൻ കുറേ ആഗ്രഹിച്ചാട്ടോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ടായപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ടോ. അങ്ങനത്തെ ഞങ്ങൾ അവൽ മിൽക്ക് കുടിക്കാനായിട്ട് കയറി. എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ വീഡിയോയിൽ ഇറങ്ങുന്നത്, അപ്പോൾ ഞാനാണത് ഇടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്തു. ഒരാൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഓർഡർ ചെയ്തു, മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ഒരാൾ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമുള്ളത്, ഒരാൾ ചക്കാമാങ്ങ എന്തോ സാധനം ഓർഡർ ചെയ്തു. പിന്നെ എനിക്ക് തൊണ്ടവേനയായിട്ട് ഞാൻ തിന്നാളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ സൗണ്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മോമോസ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ മോമോസും കഴിച്ചു. അങ്ങനെ വീട്ടിലെത്തി. അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ലവ് യു, ബൈ.